കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി ദേശീയമായി കടന്ന ശേഷം നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാം. പ്രേ ഫോർ ഇന്ത്യ എന്നുള്ള പാട്ടാണ് നമുക്ക് For India, pray 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 for India. Pray for India, 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 Mera India, apna India, pray for India, pray for India, pray for India. सारी दुनिया से है निराला इंडिया, सबकी निगाहों में उजाला इंडिया, इसको लगे न किसी गैर की नजर, सबके जहां में प्यारा प्यारा इंडिया, करो अपना तो बस एक ही खुदा, मिलके रहेंगे हम होंगे न जुदा, बहकाए हमको न कोई शैतान, आओ मांगे मिलके खुदा से ये दुआ, pray for India, अपना इंडिया, pray for India, 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 pray for India. You love India, I love India, we love India. Pray for India, pray for India, pray for India. शहर गली गली जाना है, प्यार का पैगाम सबको सुनाना है, प्यार के दिलों को है याद करता, प्यार दुश्मनों को भी माफ करता, pray for India, मेरा इंडिया, you love India, I love India, God loves India too. Come lift your hands and make a friend, and He's gonna answer you. हमको है इंडिया से मोहब्बत, हमको है, हम सबको इंडिया से मोहब्बत, कामयाब हम होंगे, हाँ कामयाब हम होंगे, दुआ से हम जो यारा हर बारी जीतेंगे, तो तलवारों से जिएंगे, तलवारों से बनेंगे, मोहब्बत से हम यारों दुश्मनों जीतेंगे. Pray for India, pray for India, pray for India, pray for India, मेरा इंडिया, अपना इंडिया. You love India, I love India, we love India. Pray for India, pray for India, pray for India. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്തൃപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും
സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായി തന്നിരിക്കുന്ന ചിന്തകളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ആദരവോടും ബഹുമാനത്തോടും കൂടെ ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരോട് അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ദൈവം നൽകിയ വിഷയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പേ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മതേതര രാജ്യമായ ഇന്ത്യയിലാണ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വിശ്വാസങ്ങൾക്കും സ്ഥാനം നൽകുന്ന ഒരു ഭരണഘടനയുടെ കീഴിലാണ് പ്രത്യേകിച്ച് കേരള ജനതയായിരിക്കുന്നത്, നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ആമേൻ. കേരളത്തിൽ ഇന്ന് നാം ശ്രദ്ധിച്ചാൽ ആഗോള വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഉയർന്ന സാക്ഷരത നമുക്ക് അതെ കൈവരിക്കുവാൻ കഴിഞ്ഞെങ്കിലും സാമൂഹിക പുരോഗതി നമുക്ക് അതെ കൈവരിക്കുവാൻ കഴിഞ്ഞെങ്കിലും മത സഹിഷ്ണുത ഇതെല്ലാം ഉള്ളപ്പോൾ ഒരു ചോദ്യം പലരുടെയും ഹൃദയത്തിൽ ഉയരുന്നു. ഹല്ലേലൂയ. ആ ചോദ്യം ഇതാണ്, ഇനി സുവിശേഷം എന്തിന്? ഇനി പ്രസംഗം എന്തിന്? ഇനി മാനസാന്തരം എന്തിന്? ഇന്നത്തെ സന്ദേശം ഈ ചോദ്യങ്ങൾക്ക് ഹല്ലേലൂയ വികാരപരമായിട്ടല്ല, സ്തോത്രം, തർക്കത്തിലല്ല, വചനത്തിൽ നിലനിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ ഉത്തരം നൽകുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ, ഉദ്ദേശത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഞാനായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മതേതരത്വവും സുവിശേഷവും മതേതരത്വം എന്നത് മത വിരോധമല്ല, ദൈവ നിഷേധം അല്ല. മതേതരത്വം സ്വാതന്ത്ര്യമാണ്. വിശുദ്ധ ബൈബിളിൽ പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 26, 27 വാക്യം. വലിയൊരു ഭൂകമ്പമുണ്ടായി. 17-ാം അധ്യായം 26-ാം അധ്യായം 27 വാക്യം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് അവനെ അന്വേഷിക്കേണ്ടതിനാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദയവായി എടുത്ത് വായിച്ചാൽ. ഹല്ലേലൂയ. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവിടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്ക് അകന്നിരിക്കുന്നവൻ നല്ലതാണ്. ഇന്ത്യയിലെ ഓരോ മനുഷ്യരും, കേരളത്തിലെ ഓരോ വ്യക്തിയും
ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മാവുള്ളവരാണ് ആമേൻ എന്ന് ആമേൻ നാം മനസ്സിലാക്കണം. ആമേൻ. സുവിശേഷം ഹല്ലേലൂയ അതേ ബലപ്രയോഗമല്ല, ഭീഷണിയല്ല, അടിച്ചേൽപ്പിക്കലല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താണ് തിരുവചനം പറയുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും ആമേൻ രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാണ് എന്നാണ് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും ആമേൻ ദൈവത്തെ ആമേൻ രക്ഷയ്ക്കായി ആമേൻ വ്യാപരിക്കുന്ന ദൈവ ശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ ഈ രക്ഷയെ ആമേൻ ഗണ്യമാക്കാതെ ആയിരിക്കുന്ന അനേകര് ഇന്ന് സമൂഹത്തിലുള്ള കൃപയാൽ ഈ സുവിശേഷം വിശ്വസിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഏവരുടെ മേലും വ്യാപരിക്കുന്ന ദൈവ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലകളിൽ തകർന്നു പോകാതെ, ഇന്നലകളിൽ ആമേൻ അതേ കടന്നു വന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേൻ അതേ തളർന്നു പോകാതെ നിൽക്കുവാൻ എന്നെയും നിങ്ങളെയും ശക്തീകരിച്ച സുവിശേഷത്തിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനിടയായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ഹല്ലേലൂയ. കേരളത്തിന്റെ അതേ യാഥാർത്ഥ്യം ആമേൻ ശാസ്ത്രീയവും സാമൂഹികവുമായ ആമേൻ തെളിവുകൾ ആമേൻ നാം നോക്കിയാൽ പ്രിയരെ, കേരളം പുരോഗമിച്ചു. ആമേൻ. ഏതിലൊക്കെ പുരോഗമിച്ചു? വിദ്യാഭ്യാസത്തിൽ ആമേൻ പുരോഗമിച്ചു. നല്ല സ്കൂളുകൾ, നല്ല ആമേൻ ആമേൻ ശാലകൾ, ആമേൻ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഹല്ലേലൂയ. ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശസ്ത്രക്രിയ വഴി ഹൃദയം മാറ്റിവെക്കുന്നു, അതേ കിഡ്നി മാറ്റിവെക്കുന്നു, ലിവർ മാറ്റിവെക്കുന്നു. അങ്ങനെ നോക്കിയാൽ ആമേൻ കേരളത്തിന്റെ യാഥാർത്ഥ്യം നാം ശ്രദ്ധിച്ചാൽ ശാസ്ത്രീയമായും സാമൂഹികമായും ആമേൻ അതേ പല മേഖലകളിലും നേട്ടം കൈവരിക്കുവാൻ അതേ നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കേരളം ആമേൻ നാം നോക്കിയാൽ സാക്ഷര കേരളം, സുന്ദര കേരളം, വിദ്യാഭ്യാസപരമായി, രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുള്ള ഒരു ആമേൻ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഹല്ലേലൂയ. ആമേൻ. എന്നിരുന്നാലും പ്രൈസ് ദി ലോർഡ് ആരോഗ്യ മേഖലയിൽ ഹല്ലേലൂയ അതേ വിദ്യാഭ്യാസ മേഖലയിൽ ആമേൻ പല മേഖലകളിലും ആമേൻ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് നാം പറയുമ്പോഴും ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഓരോ ദിവസവും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കേ, ഇന്നലകളിൽ ആമേൻ അതേ നാളെയുടെ ജീവിതത്തിന് വേണ്ടി സ്വപ്നം കണ്ടിരുന്ന മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച തലമുറകളെ ഓർത്ത് അതേ കണ്ണീരും ദുഃഖവും പേറി കഴിയുകയല്ലേ? ഹല്ലേലൂയ. അപമാനത്തിന്റെ പേരിൽ, ചതിക്കപ്പെട്ടതിന്റെ പേരിൽ ഹല്ലേലൂയ അതേ സ്വയം ആമേൻ ജീവിതം അവസാനിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ആമേൻ അതേ ആത്മഹത്യ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയാതെ ആമേൻ സാമ്പത്തികമായും സാമൂഹികമായും അതേ ശാസ്ത്രപരമായും ആരോഗ്യപരമായും പുരോഗമനങ്ങളൊക്കെ കൈവരിച്ചെന്ന് പറയുമ്പോഴും ആമേൻ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള അതേ തലമുറകൾ ആമേൻ അതേ അപമാനം സഹിക്കവയ്യാതെ ആമേൻ ജീവിതം നൈരാശ്യം പേറി അതേ ആത്മഹത്യ ചെയ്ത് അതേ ജീവിതം ഒടുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. പലരുടെ ചെയ്തികൾ നിമിത്തം, പലരുടെ ഇടപാടുകൾ നിമിത്തം മാനസികമായ അസ്വസ്ഥതകൾ അതേ സംഘർഷ അവസ്ഥകൾ ആമേൻ ഉടലെടുത്തിട്ട് അതേ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത ആമേൻ നാളെയുടെ സ്വപ്നങ്ങളായ കുടുംബങ്ങൾ, തലമുറകൾ തകർന്ന് ആമേൻ ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോ
ഹല്ലേലൂയ. അതേ മറുഭാഗത്ത് കുടുംബ ബന്ധങ്ങൾ അതേ തകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതേ ലഹരി വ്യാപനം വളരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യൻ സമ്പൂർണ്ണ നല്ല ആമേൻ അതേ വികസനം ആമേൻ അല്ല നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വികസനം നമ്മുടെ നാടിന് ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ആമേൻ ലഹരിയുടെ വ്യാപനവും കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതും ആമേൻ മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതും ആമേൻ ഹല്ലേലൂയ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതും എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യൻ സമ്പൂർണ്ണനല്ല, സമ്പൂർണ്ണമല്ല. ഹല്ലേലൂയ. അതേ വികസനം കൊണ്ട് ഇതൊന്നും മറികടക്കുവാൻ കഴിയുന്നില്ല എന്നല്ലേ കാലം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനം 127 അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ 127-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യഹോവ പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ പ്രയത്നം വൃഥാവാകുന്നുവെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ഓ ശാസ്ത്രം ആമേൻ പുരോഗമിച്ചതുകൊണ്ട് ആമേൻ വൈദ്യശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ട് ആമേൻ കുറെ കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ ചില മെഡിസിനുകൾ എടുത്താൽ ഒരു പരിധി വരെ അത് സഹായകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഞാൻ ഏതാണ്ട് 10-25 വർഷമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ സമീപ പ്രദേശത്ത് ആമേൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്യൂഷൻ നടത്തിക്കൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കുവാനായി വന്ന ആമേൻ ഒരു ആൺകുഞ്ഞിന്റെ മാതാവ് ആമേൻ ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ ആ മാതാവിന്റെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ഭർത്താവ് ആമേൻ ആ മകന്റെ പിതാവ് ആമേൻ ആ ദിവസങ്ങളിൽ എന്നെ ഫോണിലൂടെ ആമേൻ വിളിക്കുകയുണ്ടായി. ആമേൻ എനിക്ക് ആ ഫോണ് അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. ആമേൻ അതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, സാർ ഞാൻ വിളിച്ചത് എന്റെ ഭാര്യ ആമേൻ അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആമേൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ആമേൻ റെസ്റ്റിലായിരുന്നു. ആമേൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓപ്പറേഷന് വേണ്ടി ആമേൻ വിധേയായി. അന്നാണ് ഞാൻ വിളിച്ചത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ എന്നേക്കുമായി എന്നെ വിട്ട് പോയി. ആ ദുഃഖത്തിലാണ് എന്നെ വിളിച്ചത്. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ആമേൻ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യൻ ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. എന്നാൽ ആ മരണത്തെ തടുക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആമേൻ പൂർണ്ണമായിട്ട് സാധ്യമല്ല. എന്നാൽ ഒരു പരിധി വരെ ആമേൻ അതിനെ ആമേൻ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ തടയുവാൻ ആമേൻ അതേ ശാസ്ത്രം കണ്ടുപിടിച്ച പല ആമേൻ മേഖലകൾക്കും സാധിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ആമേൻ മനുഷ്യൻ മരിക്കും. എന്നാൽ ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്പറേഷന് വിധേയായി ആമേൻ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരി മരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ശാസ്ത്രം ശരീരം ഒരു പരിധി വരെ ആമേൻ ജീവനെ നിലനിർത്താൻ വേണ്ടി സപ്പോർട്ടാണ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ആമേൻ കേവലം ആമേൻ ഒരു രോഗത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി മാത്രം ആമേൻ വ്യാപരിക്കുന്ന ശക്തിയല്ല. ആമേൻ കേവലം ആയുസ്സിനെ നീട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഭൗതികമാകുന്ന ശരീരത്തിന് ഒരു രോഗം വരുമ്പോ, ഒരു കഷ്ടം വരുമ്പോ, ഒരു വേദന വരുമ്പോ ആമേൻ സൗഖ്യത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയായിട്ട് മാത്രമല്ല ആമേൻ വചനം പറയുന്നു. സുവിശേഷം ഈ മനുഷ്യന്റെ അകത്തുള്ള ആത്മാവിനെ രക്ഷിക്കുന്നതാണ്. Praise the Lord.
ഹല്ലേലൂയ. അപ്പോ ആമേൻ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോക രാജ്യങ്ങളിൽ ഈ സുവിശേഷം എന്തിനു വേണ്ടി പ്രസംഗിക്കുന്നു? ഈ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണ്? ആമേൻ, 6 അടി മണ്ണുകൊണ്ട് അതേ മനുഷ്യൻ അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് നിത്യമായ അതേ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആമേൻ യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ശാസ്ത്രം ഒരു പരിധി വരെ മനുഷ്യന് ആമേൻ സഹായമായി മാറുമ്പോൾ സുവിശേഷം ഒരു പരിധി വരെയല്ല, ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുവാൻ സർവശക്തനായ ദൈവം മാനവകുലത്തിന് വെളിപ്പെടുത്തിയ ആമേൻ അതേ രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സുവിശേഷം ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെ നിർത്തിയിരിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രസക്തി ദൈവം ശാസ്ത്രപരമായി തെളിയിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആമേൻ വായിക്കുന്നത് ഇങ്ങനെയാ. ആമേൻ, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, സുവിശേഷം മരണ സംസ്കാരത്തിന് എതിരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ, സുവിശേഷം മരണ സംസ്കാരത്തിന് എതിരാണ്. ഹല്ലേലൂയ. അർത്ഥശൂന്യതയ്ക്കെതിരാണ്. ആമേൻ. നിരാശയ്ക്ക് എതിരാണ്. കാരണം യോഹന്നാൻ 14:6 ആമേൻ ഇങ്ങനാണ് വായിക്കുന്നത്: ഞാനാണ് വഴി, ആമേൻ, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. എല്ലാ വഴികളും ഒരുപോലെയാണെന്ന് ആമേൻ പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എല്ലാ മാർഗവും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അതെ, ഇത് മനുഷ്യനെ ആശ്വസിപ്പിച്ചേക്കാം. ഹല്ലേലൂയ. പക്ഷേ രക്ഷിക്കില്ല. ആമേൻ. എല്ലാ വഴിയും ഒന്നാണെന്ന് പറയുമ്പോ അത് കേൾക്കുന്നവർക്ക് ഒരാശ്വാസമാണ്. ആമേൻ. എല്ലാവരും ഒരിടത്തേക്കാണ് ആമേൻ ചൂണ്ടുന്നത്. ആമേൻ. അത് നല്ല ആശയമാണ്, കേൾക്കുന്നവർക്ക് ഇമ്പവുമാണ്. പക്ഷേ അത് മനുഷ്യനെ ഒരു പരിധി വരെ ആശ്വസിപ്പിച്ചേക്കാം, പക്ഷേ രക്ഷിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷം എന്നത് ആമേൻ ഒരാശയമല്ല, ആമേൻ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയാണ് ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ കാലഘട്ടം നേരിടുന്ന ആത്മീയ പ്രശ്നങ്ങൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഉദ്ധരിച്ചിരിക്കുന്ന വചനങ്ങളെ ആധാരമാക്കി ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവം നൽകിയ നിയോഗത്തിൽ ആമേൻ ഞാൻ പറയുന്ന കാര്യം തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വസ്നേഹം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അഹങ്കാരം, ആമേൻ, നിയന്ത്രണമില്ലായ്മ, പ്രൈസ് ദി ലോർഡ്, ദൈവഭക്തിയുടെ വേഷം, ആമേൻ, ഹല്ലേലൂയ. ഇത് ഒക്കെ ആമേൻ ഇവിടെ മതത്തിന്റെ കുറവ് കൊണ്ടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കേരളം നോക്കിയാൽ ആമേൻ കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവങ്ങളുടെ നാടെന്നല്ലേ? ഹല്ലേലൂയ. ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ആമേൻ ദൈവങ്ങളോ ദൈവികമായ കൂട്ടായ്മകളോ ആമേൻ പഠിപ്പീരുകളോ ആമേൻ പണ്ഡിതന്മാരോ നേതാക്കന്മാരോ ഇല്ലാത്തത് കൊണ്ടാണോ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നിയന്ത്രണമില്ലാത്ത അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവഭക്തിയുടെ വേഷം കൊണ്ട് ദൈവശക്തിയെ നിഷേധിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. എന്താണെന്നറിയാമോ? ആത്മീയ ശൂന്യതയിലാണ് ആമേൻ നമ്മുടെ നാട്. ഹല്ലേലൂയ. ഓ, നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, ഹല്ലേലൂയ, ആമേൻ, അതേ സാംസ്കാരികമായി, ശാസ്ത്രീയപരമായി, കായികപരമായി ആമേൻ പല നേട്ടങ്ങളും നമുക്കുണ്ടെങ്കിലും ആമേൻ ആത്മീയ ശൂന്യതയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ, ആരാധനാലയങ്ങൾ
നിറഞ്ഞത് ആമേൻ കൊണ്ടായില്ല കേട്ടോ. ഹല്ലേലൂയ. ആരാധനയുടെ പേരിൽ അതിക്രമങ്ങളും ലഹലകളും ആമേൻ ഹല്ലേലൂയ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ. ആമേൻ. ഹൃദയങ്ങൾ ഹല്ലേലൂയ പല ആരാധന ആലയങ്ങൾ നോക്കിയാലും നിറഞ്ഞു കവിയുന്ന ആളുകൾ ഉള്ളത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവരുടെ എല്ലാം ആമേൻ ജീവിതം എടുത്തു നോക്കിയാൽ ഹല്ലേലൂയ അഹങ്കാരങ്ങളും സ്വസ്നേഹങ്ങളും ആമേൻ നിയന്ത്രണമില്ലാത്ത അവസ്ഥകളും ആമേൻ വമ്പ് പറയുന്നവരും ഈശക്കാരും ആമേൻ തന്നിഷ്ടക്കാരും ഗർവികളും ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ട് ആമേൻ തിമോഥെയോസിന്റെ ആമേൻ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ഹല്ലേലൂയ. 3-ാം അധ്യായം 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. പ്രിയരെ ശ്രദ്ധിക്കണം. അന്ത്യകാലം ആമേൻ ദുർഘട സമയങ്ങൾ വരുന്നു. മനുഷ്യർ ആമേൻ മനുഷ്യർ അത് ഏത് രാജ്യത്തിലായാലും ആമേൻ ഏത് സമൂഹത്തിലായാലും ഏത് കുടുംബത്തിലായാലും ആമേൻ വിദ്യാഭ്യാസം ഉള്ളവനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും കളർ ഉള്ളവനായാലും കളർ ഇല്ലാത്തവനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ആമേൻ. അവൻ സ്വസ്നേഹികൾ. ഇത് ഏതെങ്കിലും ആമേൻ അതേ മതത്തിലുള്ളവർക്ക് മാത്രമുള്ളതല്ല, മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വാത്സല്യ കൂടപ്പറപ്പേ, എന്റെ വാത്സല്യ സഹോദര സഹോദരി, മാതാവേ പിതാവേ, താങ്കൾ ആരുമാകട്ടെ, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അതേ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയല്ലേ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികൾ. ആമേൻ. പോരെന്ന് ഇനിയും ഉണ്ടാക്കണം. കൊന്നിട്ടായാലും തല്ലിയിട്ടായാലും അതെ അതിര് മാന്തിയിട്ടായാലും. ആമേൻ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ആമേൻ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നല്ലേ. ആമേൻ പലർക്കും പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെ തകർത്താലും വേണ്ടില്ല, ആരെ അപമാനിച്ചാലും വേണ്ടില്ല, ആരെ ഹീനമാക്കിയാലും വേണ്ടില്ല, എനിക്ക് എന്ത് ചെയ്യണം? പണമുണ്ടാക്കണം. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും നന്ദിയില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോ ഇതിനെതിരെ കമന്റ് ഇടാൻ തയ്യാറായിരിക്കുന്നവരുണ്ടാകാം, വിമർശനമായിട്ട് വരുന്നവരുണ്ടാകാം. ഞാനൊരു മതത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല. ആമേൻ. ഞാനൊരു സംഘടനയുടെ ആളല്ല. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ നാട്, ആമേൻ, നമ്മുടെ അതേ സംസ്ഥാനം, നമ്മുടെ ഗ്രാമം, നമ്മുടെ വില്ലേജ്, നമ്മുടെ പഞ്ചായത്ത് അല്ല, നമ്മുടെ ആമേൻ അയൽപക്കങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ക്രമക്കേടുകളും അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? ശാസ്ത്രീയ സാങ്കേതിക ആമേൻ കണ്ടുപിടുത്തങ്ങൾ പുരോഗമനങ്ങൾ നമുക്കില്ലാത്തത് കൊണ്ടാണോ? അതേ പള്ളിയോ പള്ളിക്കൂടങ്ങളോ മതമോ മതങ്ങളോ രാഷ്ട്രീയമോ നമുക്കില്ലാത്തത് കൊണ്ടാണോ? മാറി മാറി വരുന്ന എല്ലാ മാറ്റങ്ങളും നമുക്ക് ഉണ്ടെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയണമെങ്കിൽ മനുഷ്യന്റെ ഈ ചിന്താഗതിക്ക് മാറ്റം വരണ്ടേ, ഈ സ്വഭാവത്തിന് മാറ്റം വരണ്ടേ. ഈ അന്ത്യകാലത്ത് പലതും കൈവരിച്ചു എന്ന് നാം അവകാശപ്പെടുമ്പോഴും ആമേൻ ഇന്ന് നമ്മളെ കണ്ണുനീരിലും ദുഃഖത്തിലും ദുരിതത്തിലും ആമേൻ നയിക്കുന്ന വിഷയങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ.
വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അചീന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ആമേൻ ദൈവപ്രിയം ആമേൻ ആരാണ് ദൈവം? ഹൂ ഈസ് ഗോഡ്? ദൈവം ആരാണെന്ന് അറിയാനോ അറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനോ ഒന്നും തയ്യാറാകാതെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭോഗം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് പകല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പകല് ലൈവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭോഗം എന്താണ്. ആമേൻ. ഭോഗത്തെ കുറിച്ച് 8 വിധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. പ്രിയരെ, ആമേൻ, നിങ്ങൾക്ക് സമയവും സാഹചര്യവും അനവധിയാണെങ്കിൽ നിങ്ങൾ ആ ലൈവ് ഒന്ന് കയറി കാണണം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. പ്രൈസ് ദി ലോർഡ്. ഈ ലൈവില് ഒരു സേവിയർ VS എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിഷയം കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ ശുശ്രൂഷയ്ക്കൊടുവിലായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വിട്ട് ഒഴിയണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസിയുടെ കൂടെയും സമയം ചെലവഴിക്കാതെ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വിട്ട് ഒഴിയണം. ആമോസിന്റെ പ്രവചന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്ഷാമം വരുമെന്നാണ്. സ്വത്രം. എന്ത് ക്ഷാമമാണെന്നറിയോ? സാമ്പത്തിക ക്ഷാമമല്ല. ഹല്ലേലൂയ. പിന്നെ എന്താ ക്ഷാമം വരുന്നത്? വായിച്ചേ ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. ജോലിയില്ലായ്മയല്ല കേട്ടോ, മരുന്ന് കിട്ടാത്ത അവസ്ഥയല്ല കേട്ടോ. മരുന്ന് സുലഭമായി കിട്ടും. അരി സുലഭമായി കിട്ടും. അതെ, ജോലി സുലഭമായി കിട്ടും. ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കുമ്പോഴും ലഭിക്കാത്ത ഒന്ന്. വായിച്ചേ. അപ്പത്തിനായുള്ള വിശപ്പല്ല എന്ന് വെച്ചാൽ ഈ ഭൗതിക ശരീരത്തിന്റെ ആരോഗ്യത്തിന്, അതിന്റെ ശരീരത്തിന്റെ ഘടനപരമായ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ്. പക്ഷെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഭൗതികമായ ആഹാരത്തിനുള്ള വിശപ്പല്ല, നമ്മുടെ മനുഷ്യന്റെ ആ ദാഹത്തെ ശമിപ്പിക്കുവാനുള്ള വെള്ളത്തെ കുറിച്ചുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കുവാനുള്ള വിശപ്പ് തന്നെ. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാലും ആഹാരം കഴിച്ചാലും വെള്ളം കുടിച്ചാലും അത് അകത്തെ വേദന മാറാത്ത സമയം. പ്രിയരേ, സമ്പാദ്യമൊക്കെ ബാങ്കിൽ കിടപ്പുണ്ട്. വാങ്ങിച്ച വസ്തുവും വീടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ള ലോകത്ത് ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്വസ്ഥതയെ കവർന്നെടുക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടോ, ഈ വസ്തുവകകളെ കൊണ്ടോ, ഈ ബാങ്ക് ബാലൻസിനെ കൊണ്ടോ സാധിക്കുന്നുണ്ടോ? ആത്മഹത്യ ചെയ്ത് എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ആ തലമുറയെ കുറിച്ചുള്ള ആ ദുഃഖത്തെ മറികടക്കാൻ, ആ പ്രിയപ്പെട്ടവരുടെ വേദന മറികടക്കാൻ, ആ നഷ്ടത്തെ മറികടക്കുവാൻ ഇതുകൊണ്ടൊന്നും സാധിക്കത്തില്ലെന്ന്.
ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മരണം കൊണ്ട്, ആമേൻ, ആത്മഹത്യ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ആ നല്ല സുദിനത്തിൽ, ആമേൻ, വീണ്ടും, ആമേൻ, അവരെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ഇവിടെ ആമേൻ, വചനം, ആമേൻ, ലഭിക്കാത്ത അല്ലെങ്കിൽ വചനത്തിന് ക്ഷാമം വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. സുവിശേഷം ആരെ ലക്ഷ്യമിടുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് സുവിശേഷം ലോകത്തൊക്കെയും അതേ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. മതം ഇല്ലാത്തവരെ മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലര് പറയുന്നുണ്ട്, ആമേൻ, ഇത് മതേതര രാഷ്ട്രമാണ്, ഇവിടെ ആർക്കും ഏതും വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ ആവശ്യം ഇല്ല. ഹല്ലേലൂയ. അപ്പോ അവൻ സുവിശേഷം എന്ന് പറയുന്നത് മതമില്ലാത്തവരെ മാത്രം ലക്ഷ്യം ഇടുന്ന ഒന്നല്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ മതം ഇല്ലാത്തവരെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒന്നല്ല സുവിശേഷം. ആമേൻ. സുവിശേഷം മതമുള്ളവരെയും ലക്ഷ്യമിടുന്നു. എന്താ കാരണം? മത്തായി സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലര് പറയാറുണ്ട്, ആമേൻ, യേശു പറഞ്ഞില്ലല്ലോ. ആമേൻ, യേശു പറയാതെ മത്തായി എഴുതിയ സുവിശേഷമെന്നും, ആമേൻ, മർക്കോസ് എഴുതിയ സുവിശേഷമെന്നും, ലൂക്കോസ് എഴുതിയ സുവിശേഷമെന്നും, യോഹന്നാൻ എഴുതിയ സുവിശേഷമെന്നും പറഞ്ഞ പുസ്തകത്തിലെ ഉദ്ധരണികൾ എടുത്തിട്ടല്ലേ ഈ പറയുന്നതെന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ, മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെയാണ് മറിയയുടെ ഉദരത്തിലൂടെ യേശു ഇവിടെ ജനിച്ചു എന്ന്, ആമേൻ, അറിയുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. അതെ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലൂടെയും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലൂടെയും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെയും, ആമേൻ, യേശുവിനെ കുറിച്ച് അറിയുവാൻ ഇടയായെങ്കിൽ, ആമേൻ, അത് എഴുതുവാൻ അവരെ, ആമേൻ, നിയോഗിച്ച ആക്കിയത്, ആമേൻ, യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച സർവശക്തനായ ദൈവം, ആമേൻ, അയച്ച ആത്മാവിനാൽ, ആമേൻ, എഴുതിപ്പിച്ചതാ. ആമേൻ. അങ്ങനെ എഴുതുവാൻ പ്രേരണ കൊടുത്ത, ആമേൻ, മുഖവനായ, ആമേൻ, അതേ പത്രോസും. പത്രോസ് ലേഖനം എഴുതിയിട്ടുണ്ടെന്നേ. ആ പത്രോസ് അത് എഴുതുവാനായി തയ്യാറായത് എങ്ങനെയാണെന്നറിയോ? ഏതോ വലിയ, ആമേൻ, അതെ, ആ പാണ്ഡികശാലയിൽ അല്ലെങ്കിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ പോയി ബിരുദാനന്ദ ബിരുദം എടുക്കുന്നത് പോലെ എടുത്തിട്ടായിരുന്നില്ല. ആമേൻ. മുക്കുവനായിരുന്ന പത്രോസ്, ആമേൻ, എഴുതുവാൻ തയ്യാറായപ്പോ ഒരു കൂട്ടം ആളുകൾ അന്ന് കളിയാക്കി. അവൻ പഠിപ്പില്ലാത്തവനും അവൻ സാമാന്യ ജനവുമാണ്. പക്ഷേ, ആമേൻ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാനായിട്ട്, ആമേൻ, യെരൂശലേം വിട്ടു പോകാതെ, ആമേൻ, കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അരുമനാഥന്റെ വിളി കേട്ട് അനുഗമിച്ച പത്രോസും കൂട്ടരും ആ മാളിക മുറിക്കകത്ത് ഇരുന്ന് കേട്ടോ. ഇരുന്ന സമയത്ത്, ആമേൻ, അത് യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് ആയിരുന്ന, അതേ, യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തി അവരിൽ ഇറങ്ങി വന്നു. ആമേൻ. പിതാവായ ദൈവം, ആമേൻ, അരുളി ചെയ്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. ആമേൻ. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പത്രോസ്
പത്രോസിന്റെ മേൽ ആ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന്റെ സ്ഥിതിഗതികളൊക്കെ മാറി. അവൻ ജ്ഞാനമുള്ളവനാകാൻ തുടങ്ങി. ആമേൻ. ഇന്ന് ലോകരാജ്യങ്ങളിൽ ആമേൻ ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി പോകുന്നവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല ഞങ്ങളെ നയിക്കുന്നത്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവം ആമേൻ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശുവിനെ അറിഞ്ഞ് ആമേൻ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടപ്പോ, അവനെ അനുഗമിക്കുവാൻ തയ്യാറായപ്പോ, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തി, അതേ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിയുവാൻ ഇടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാന്മാരെയല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. 9-ാം അധ്യായം 13-ാം വാക്യം വായിച്ചേ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. പോയി പഠിപ്പി. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ഹല്ലേലൂയ. അപ്പോ ആമേൻ മതം ഇല്ലാത്തവരെ മാത്രമല്ല, മതത്തിലുള്ളവരെ. ഇന്ന് ആമേൻ നമ്മുടെ രാജ്യത്തില് ആമേൻ അറിയപ്പെടുന്ന മതങ്ങൾ എടുത്ത് നോക്കിക്കേ. ആമേൻ നീതിമാൻ ആരെങ്കിലും ഉണ്ടോ? ആമേൻ നീതിമാന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ആമേൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാൻ ഞാൻ വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ആമേൻ നല്ല മനുഷ്യനാകുന്നത് ആമേൻ രക്ഷയല്ല. സ്തോത്രം. ദൈവവുമായി ബന്ധം സ്ഥാപിക്കപ്പെടുന്നതാണ് രക്ഷ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ ദൈവിക വെളിപ്പാടിലേക്കും ആമേൻ നിത്യ ജീവനിലേക്കും ആമേൻ നമ്മെ അതേ നയിക്കുവാനാണ് യേശു ഇവിടെ വന്നത്. സ്തോത്രം. യേശു ഒരു മതം സ്ഥാപിക്കുവാൻ വന്നതല്ല. യേശു ഒരു മതത്തിന്റെ ആമേൻ നേതാവല്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ ആമേൻ സുവിശേഷം 3-ാം അധ്യായം ആമേൻ 16-ാം വാക്യം വേഗത്തിൽ വായിച്ചാണ്. അപ്പോ ആമേൻ ദൈവവുമായി ആമേൻ ബന്ധം സ്ഥാപിക്കപ്പെടുവാൻ ആമേൻ ദൈവം മാനവകുലത്തിനു വേണ്ടി ഒരുക്കിയ ഒരു രക്ഷാകര പദ്ധതിയാണ് കർത്താവായ യേശു. ആ യേശുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യോഹന്നാൻ 3:16 വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ആമേൻ ദൈവം മതം സ്ഥാപിച്ചില്ല. സ്തോത്രം. ആമേൻ ഏതെങ്കിലും ഒരു മതത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരെ രക്ഷിക്കുവാനല്ല പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആമേൻ. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. ആമേൻ. ദൈവം മനുഷ്യനെ രക്ഷിക്കാനാണ് വന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ മതപരമായി ആമേൻ തൃപ്തനാണോ? ഹല്ലേലൂയ. ആമേൻ. ആത്മീയമായി ജീവനുള്ളവനാണോ? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന്
യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സേവിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. കായികപരമായി, ശാസ്ത്രപരമായി, വിദ്യാഭ്യാസപരമായി പല നേട്ടങ്ങളും കൈവരിച്ചു എന്ന് പറയുന്ന, ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം നാട് ഇന്ന് ആമേൻ വേദനാജനകമായ അനുഭവത്തിലൂടെ ആമേൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ? നാളെയുടെ സ്വപ്നങ്ങളായ കുരുന്നുകളായ തലമുറ ജീവിതം ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കുന്നു. എന്തിന്റെ പേരിൽ? അതേ വ്യക്തിഗതയുടെ പേരിൽ, അതേ അപമാനത്തിന്റെ പേരിൽ, അതേ മനസ്സ് അസ്വസ്ഥമായി അല്ലെ എത്ര കുടുംബങ്ങളാ ആമേൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ, വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലല്ല. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ. അതേ ജീവൻ തെരഞ്ഞുകൊള്ളുക. ഇന്ന് രാത്രി സുവിശേഷം ആമേൻ ഇന്ത്യയെ, മതേതര രാഷ്ട്രമായി ഇന്ത്യയെ, അതേ കേരളത്തിൽ, ലോകരാജ്യങ്ങളിൽ ആമേൻ ആവശ്യമാണോ? ആമേൻ. മതത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല ഞാൻ, മതത്തിന്റെ സ്ഥാപകനല്ല യേശു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മതേതര ഇന്ത്യയിൽ സുവിശേഷം ആവശ്യമുണ്ട്. ആമേൻ. കേരളത്തിൽ ആമേൻ സുവിശേഷം അത്യാവശ്യമാണ്. കാരണം മനുഷ്യൻ ഇന്നും പാപിയാകുന്നു. അതുകൊണ്ടല്ലേ വൈരാഗ്യ ബുദ്ധിയോടുകൂടെ അല്ലേ ഐ ലവ് യു പറഞ്ഞപ്പോ നോ പറഞ്ഞു. അതിന്റെ പേരിൽ ചതിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി മൃഗീയമായി ലൈംഗിക ചൂഷണം ചെയ്ത് കൊന്നു തള്ളുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന, വസ്തുതയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ആത്മീയ ശൂന്യത, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ഏതു മനുഷ്യനെയും നന്മയിലേക്ക് നയിക്കുന്ന, ഏതു മനുഷ്യനെയും അതേ മനുഷ്യ സ്നേഹിയാക്കി മാറ്റുന്ന, ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച അരുമനാഥനെ കുറിച്ചുള്ള സന്ദേശം, ഗുഡ് ന്യൂസ്, അതേ അത്യാവശ്യമാണ്. എവിടെ? കേരളത്തിൽ, ഇന്ത്യയിൽ. ആമേൻ. ഒരു മതം മാറ്റത്തിനല്ല, ഒരു മനം മാറ്റത്തിനാണ്. ആമേൻ. എന്തിനാ മനസ്സ് മാറണമെന്ന്? ഹല്ലേലൂയ. പകയും വിദ്വേഷവും വൈരാഗ്യവും കുശുമ്പും, ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതേ ക്രൈസ്തവരെന്ന് പറയുന്ന അതേ ഒരു കൂട്ടം ആളുകൾ 4 ഭിത്തിക്കകത്ത് ലേബലുകൾ ഒട്ടിച്ച് അതേ വിദ്വേഷവും പകയും വൈരാഗ്യവും കുത്തി നിറച്ച് ദൈവനിഷേധികളായി ഭക്തിയുടെ വേഷം കൊണ്ട് ആയിരിക്കുന്നവരെ കൊണ്ട് ഒന്നും കൂടെ പറഞ്ഞ അന്ത്യകാലത്ത് അതേ കള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കും. അനേകരെ ഈ വചനം കൊണ്ട് തെറ്റിക്കുന്ന വ്യക്തികൾ എഴുന്നേറ്റ് വരുമെന്ന് വചനം വളരെ ശക്തമായും വ്യക്തമായും പറയുന്നു. ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരു വാത്സല്യ സഹോദരൻ ഇട്ട ലൈവ് ഈ പകല് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു കാലത്ത് ഈ മാർഗം സ്വീകരിച്ചതാ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ഈ മാർഗത്തിലാണ്. അദ്ദേഹം പറയുന്നു, യേശു ക്രൂശി കഷ്ടം സഹിച്ചതുപോലെ ഞാനും ഇന്ന് കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ക്ഷമിക്കുകയാ, സഹിക്കുകയാ. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി.
ഈ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ സത്യമായി ഉൾക്കൊള്ളാതെ അതിനെ നിഷേധിച്ചുകൊണ്ട്, അതിനെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് അഹങ്കാരികളും ദൂഷകരും വഞ്ചകന്മാരുമൊക്കെയായി ഈ അന്ത്യകാലത്ത് ഈ കൂട്ടത്തിനകത്ത് അനേകർ എഴുന്നേറ്റ് വരുമെന്ന് വചനം തെളിവായി ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തിമോഥെയോസേ, അങ്ങനെയുള്ളവരെ നീ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. അവരിൽ ഒരാളായി നീ പോകണ്ട. അവര് നിമിത്തം നീ നിന്റെ നിത്യത എന്ത് ചെയ്യണ്ട? നഷ്ടപ്പെടുത്തണ്ട. ഹല്ലേലൂയ. അപ്പോ ആമേൻ, മതേതര ഇന്ത്യയിൽ സുവിശേഷം ആവശ്യമുണ്ട്. കേരളത്തിൽ സുവിശേഷം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ നാടിന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഇവിടുത്തെ അതേ ഭരണ സംവിധാനങ്ങളെ കൊണ്ടോ, ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളെ കൊണ്ടോ, ഇവിടുത്തെ വികസനങ്ങളെ കൊണ്ടോ സാധിക്കുന്നില്ല എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. മനുഷ്യൻ ഇന്നും പാപിയാകുന്നു, മനുഷ്യൻ ഇന്നും മുറിവേൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനുണ്ടായ മുറിവല്ലേ അവൻ ജീവിതം അവസാനിപ്പിച്ചത്. മനുഷ്യൻ ഇന്നും രക്ഷ തേടുന്നു. രക്ഷ തേടി ഓടുന്ന ഓട്ടത്തിൽ പലരും പൊലിയുന്നു. നമ്മള് ന്യൂസ് ഒക്കെ കണ്ടില്ലേ? നമ്മുടെ ആത്മീയ ഗോളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ പാര വെച്ചും അടിച്ചും തല്ലി വെട്ടി കൊല്ലി, ഇതൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് വചനം തെളിവായിട്ട് പറയുന്നു. പ്രിയരെ, മനുഷ്യൻ ഇന്നും രക്ഷ തേടുന്നു. യേശുക്രിസ്തു ഇന്നും മനുഷ്യന്റെ ഏക പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോട് കൂടെ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർവ്വലോകത്തിന്റെയും കർത്താവായ ദൈവമേ, ജാതികളുടെയും രാജാക്കന്മാരുടെയും മുകളിൽ അധികാരമുള്ള കർത്താവായ യേശുവേ, ഇന്ന് ഈ നിമിഷം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയും അതിലെ സകലവും യഹോവയ്ക്കുള്ളതാണ്. കർത്താവേ, രാജ്യങ്ങൾ പുരോഗമിച്ചാലും ശാസ്ത്രം വളർന്നാലും മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യത ആമേൻ മാറുന്നില്ലല്ലോ. യുദ്ധങ്ങളിൽ മുറിവേറ്റ രാജ്യങ്ങൾ, ഭീകരതയിൽ ഭയക്കുന്ന സമൂഹങ്ങൾ, ലഹരിയിൽ അടിമപ്പെട്ട തലമുറ, ആത്മഹത്യയിൽ തകർന്ന കുടുംബങ്ങൾ അവിടുന്ന് കാണുന്നല്ലോ. കർത്താവേ, എന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ ജാതികൾക്കായി, രാജ്യങ്ങൾക്കായി, ഭരണാധികാരികൾക്കായി, ആമേൻ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഹങ്കാരത്തിന്റെ ആത്മാവ് രാജ്യങ്ങളിൽ നിന്ന് പിന്മാറട്ടെ, സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറട്ടെ, കുടുംബങ്ങളിൽ നിന്ന് പിന്മാറട്ടെ, വ്യക്തികളിൽ നിന്ന് പിന്മാറട്ടെ, തലമുറകളിൽ നിന്ന് പിന്മാറട്ടെ. യുദ്ധത്തിന്റെ ആത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും പിന്മാറട്ടെ. ദൈവ നിഷേധത്തിന്റെ അന്ധകാരം ഇപ്പോൾ തന്നെ നീക്കം ചെയ്യപ്പെടട്ടെ. ഇരുട്ടിൽ നടന്ന ജനം വലിയ പ്രകാശം കണ്ടു. ആ പ്രകാശം ഇപ്പോൾ തന്നെ ഹൃദയങ്ങളിൽ ഉദിക്കട്ടെ. ലഹരിയിലെ ബന്ധനങ്ങൾ പൊട്ടട്ടെ. പാപത്തിന്റെ അടിമത്തം തകരട്ടെ. മതത്തിന്റെ പേരിലുള്ള വൈരാഗ്യം ഒടുങ്ങട്ടെ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്നവർ രാജ്യം ഏതായാലും ഭാഷ ഏതായാലും ഒരേ ആത്മാവിൽ, ഒരേ രക്ഷയിൽ, ഒരേ പ്രത്യാശയിൽ നിലനിൽക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ഇതൊരു മതത്തിലേക്കുള്ള വിളിയല്ല.
ഇതൊരു സഭയിലേക്കുള്ള ക്ഷണമല്ല, ഇത് ദൈവത്തോടുള്ള ആമേൻ തിരിച്ചു വരവാണ്. ദൈവത്തിങ്കിലേക്കുള്ള ആമേൻ ഒരു വഴിയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഇപ്പോൾ എല്ലാവരോടും എല്ലായിടത്തും മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്നു. ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും മനുഷ്യന്റെ പ്രശ്നം ഒരുപോലെയാണ്. ഇന്ത്യയിലായിരിക്കുന്നവര് പനി, അമേരിക്കയിലായിരിക്കുന്നവർക്ക് പനി, യൂറോപ്പിലായിരിക്കുന്നവർക്ക് പനി, ആഫ്രിക്കയിലായിരിക്കുന്നവർക്ക് പനി. പനിയെല്ലാം ഒരേപോലെയാ. സൈലന്റ് അറ്റാക്ക് വരുമ്പോ ഇന്ത്യയിലുള്ളവർക്ക് വേറൊരു രീതിയിലും, അമേരിക്കയിലുള്ളവർക്ക് മറ്റൊരു രീതിയിലും, ആഫ്രിക്കയിലുള്ളവർക്ക് മറ്റൊരു രീതിയിലും അല്ല കേട്ടോ. ഭാരം എല്ലാവർക്കും ഒരുപോലെയാ. ആമേൻ. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നതാണ്. ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ മതപരമായി മതിയാകുന്നുണ്ടോ? നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അതെ, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ആമേൻ മതമോ സംഘടനയോ പ്രസ്ഥാനമോ പരിഹരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആത്മീയമായി ജീവനുള്ളവനാണ്. വിഷയപ്രവാചകന്റെ പുസ്തകം 55:7 ദുഷ്ടൻ തന്റെ വഴി ഉപേക്ഷിക്കട്ടെ, നീ ഇപ്പോൾ ഉള്ളെടുത്ത് ഹൃദയം തുറക്കും. കർത്താവേ, ഞാൻ പാപിയാ, എനിക്ക് നിന്നെ വേണം. ഇത്രയും പറയട്ടെ പ്രിയരേ. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം: കർത്താവിന്റെ നാമം വിളിക്കുന്ന ഏവരും രക്ഷിക്കപ്പെട്ടു. പ്രിയരേ, ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ രക്ഷയുടെ സന്ദേശം ഞാൻ വിളംബരം ചെയ്യുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ടല്ല, ഒരു സംഘടനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല. ഞാനൊരു സംഘടനയുടെയും ആളല്ല, ഞാനൊരു പ്രസ്ഥാനത്തിന്റെയും ആളല്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭൂഷണം, വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. പ്രിയരേ, ഇന്ന് രക്ഷാ നാളാണ്, തിരിച്ചറിവിന്റെ നാളാണ്, നിത്യ ജീവിതത്തിന്റെ നാളാണ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ തെറ്റിയൊഴിഞ്ഞാൽ തീ പോലെ കത്തുന്ന, ചൂള പോലെ കത്തുന്ന ഒരു ദിനം വരും. അന്ന് അഹങ്കാരികൾ, സകല ദുഷ്പ്രവർത്തിക്കാരും വേരിൽ കൊമ്പും ശിക്ഷിക്കാതെ താളടിയാകും. പ്രിയരേ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനം എന്നെയും നിങ്ങളെയും രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. എന്നെയും നിങ്ങളെയും നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. എന്നെയും നിങ്ങളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളം പുരോഗമിച്ചു. എന്നാൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, മാനസികാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ലഹരി വ്യാപനം വളരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യൻ സമ്പൂർണ്ണമല്ല. വികസനം കൊണ്ട് പോരാ, ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാകണം. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന
മനുഷ്യനെയും ദൈവത്തെയും അടുപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കൂ, അവന്റെ വചനത്തിൽ വിശ്വസിക്കൂ, അവന്റെ വചനം അനുസരിക്കൂ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംഹരിക്കുകയാണ്. ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം എല്ലാവരുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകട്ടെ. സേവ്യർ VS ഒരു വ്യക്തിക്ക് ചിട്ടിക്ക് ജാമ്യം നിന്നു. ഇപ്പോൾ അയാൾ അടുക്കുന്നില്ല. എന്റെ സാലറി തടഞ്ഞു വെച്ചു. അയാളെ ആരും സഹായിക്കുന്നില്ല. ഇന്ന് അവധി അടയ്ക്കാൻ സാമ്പത്തികം ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നോക്കണേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാളെ സഹായിക്കാനായിട്ട് തയ്യാറായപ്പോൾ ആ വ്യക്തി മാനസികമായി അസ്വസ്ഥനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ സ്വയം മറന്ന് മദ്യപാനത്തിലേക്ക്, മറ്റ് ക്രമക്കേടുകളിലേക്ക് ഒക്കെ പോവുകയാണ്. ഒരു വ്യക്തിക്ക് ചിട്ടിക്ക് ജാമ്യം നിന്നു. ഇപ്പോൾ അയാൾ അടയ്ക്കുന്നില്ല. എന്റെ സാലറി തടഞ്ഞു വെച്ചു. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണോ? മതങ്ങളില്ലാതിട്ടാണോ? ശാസ്ത്രീയമായും സാങ്കേതികമായും വിദ്യാഭ്യാസപരമായും വികസനങ്ങളില്ലാതിട്ടാണോ? ഇന്ന് ആ മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകാൻ കാരണം ഒരു ചിട്ടിക്ക് ജാമ്യം നിന്നതാണ്. ചിട്ടി വിളിച്ച ആള് തിരിച്ചടയ്ക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ സാലറി തടഞ്ഞു വെച്ചിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കേരളത്തിൽ ഇന്ന് രാത്രിയിൽ എത്ര ആത്മഹത്യ നടക്കാൻ പോകുന്നുവെന്ന് നാളെ എന്ത് ചെയ്യത്തുള്ളൂ? എത്ര കൊലപാതകങ്ങൾ നടക്കുന്നുവെന്ന് നാളെ അറിയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇരുള് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ വെളിച്ചത്തിന്റെ അപര്യാപ്തത മനസ്സിലാകുന്നവര്, സാക്ഷാൽ വെളിച്ചമായവൻ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കണമെന്ന് യേശു പറഞ്ഞത്. ഇന്ന് രാത്രി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സഹോദരനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. ഇന്ന് ആ സഹോദരൻ ഭാരത്തോടായിരിക്കുന്നു. ഇന്ന് രാത്രി വിശുദ്ധ ബൈബിൾ പറയുന്നത് ആർക്കും ജാമ്യം നിൽക്കരുതെന്ന്. ജാമ്യം നിൽക്കരുതെന്ന്, പണം പലിശയ്ക്ക് കൊടുക്കരുതെന്ന്. ഇതൊക്കെ പറയുമ്പോ അരോചകമാണ്. ഇതൊക്കെ കേൾക്കുമ്പോ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന സത്യ വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, പണം പലിശയ്ക്ക് കൊടുക്കരുത്, കൂട്ടുകാരന് ജാമ്യം നിൽക്കരുത്. ഇത് മതത്തിന്റെ പുസ്തകമല്ല കേട്ടോ. ഇത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി, മനുഷ്യനെ നേരായ സ്വസ്ഥതയുള്ളവനായി ജീവിക്കാൻ വേണ്ടി അവന് പഠിക്കാനും അവന് വിശ്വസിക്കാനും കൊള്ളാവുന്ന പുസ്തകമാണ്. ഇതിന്റെ ഒരു കോപ്പി വാങ്ങിക്കണം കേട്ടോ. ഭാര്യ എങ്ങനെ സ്നേഹിക്കണമെന്ന് നന്നായി ആമേൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നന്നായി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നന്നായി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അയൽവക്കംകാരോട് എങ്ങനെ ആയിരിക്കണമെന്ന് നന്നായി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ഇളയവരെ എങ്ങനെ കാണണമെന്നും മൂത്തവരെ എങ്ങനെ കാണണമെന്നും നന്നായി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. പ്രിയരെ, ഇതൊരു മതത്തിന്റെ പുസ്തകമല്ല, എന്നാൽ ഇത് മതത്തിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു മതത്തിന്റെ പുസ്തകമല്ല.
ഏറ്റവും നല്ല പുസ്തകം, പുസ്തകങ്ങളുടെ പുസ്തകം. ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതും ഇനി സംഭവിക്കുവാനായി പോകുന്നതുമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതൊരു മതത്തിന്റെ പുസ്തകമായി കണ്ട് തള്ളാതെ, ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്ത് തെളിഞ്ഞു വന്ന കുറെ ചിന്തകൾ എഴുതി വെച്ച പുസ്തകമല്ല. മനുഷ്യനെ മനുഷ്യനായി മാറ്റുന്ന ഏക പുസ്തകം, എന്നെ ഞാനാക്കി മാറ്റിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം യേശുവാണ്. യേശു രക്ഷിക്കുന്നവനാ, വിടുവിക്കുന്നവനാ. പ്രിയരെ, ഇന്ന് രാത്രി ഇതിനകത്ത് ആ ഭാരത്തോടെ പറയപ്പെട്ട സഹോദരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും മാനവകുലത്തിന്റെ രക്ഷകനുമായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ സേവ്യർവിയസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് ഈ ലൈവിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ സഹോദരന് വേണ്ടി, ആ കുടുംബത്തിനു വേണ്ടി, ആ വിഷയത്തിനു വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവനെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രിയിൽ ആമേൻ, ഈ സുവിശേഷത്തിന്റെ അപര്യാപ്തത എന്താണെന്ന് കർത്താവെ കേൾക്കുവാനിടയായി. യേശുവേ, നിന്നിലൂടെയുള്ള സമാധാനം, നിന്നിലൂടെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം ഇന്ന് രാത്രി ആ സേവ്യർ വിയസിന് ഉണ്ടാകട്ടെ കർത്താവേ, ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ കർത്താവേ. അവരുടെ ഇടയിലുള്ള ആ പ്രശ്നങ്ങളെ ഇന്ന് രാത്രി സ്വർഗം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴികളും വാതിലുകളും തുറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ജോമോൻ പി ജോസഫിനായി ആമേൻ, ഷീജ ഷിജു, ആമേൻ, ആന്റണി മാർക്ക്, തോമസ് മാത്യു, ആമേൻ, സേവ്യർ വിയസ്, പ്രസന്നൻ, എസ് കെ സുജൻ, ജോൺ തോമസ്, അനിൽകുമാർ എം കെ വാഴയിൽ, തോമസ് അബ്രഹാം അണലിപ്പറമ്പിലാണ്, എബി ജോൺ ഇപ്പോൾ, അതുപോലെ സിബി ഡാനിയൽ, എൽ ജോസ് എന്റെ പിതാവാണ്. ആമേൻ. ഇവരെല്ലാം ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി നിൽപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഈ ലോകം നമുക്കെതിരായാലും, ഈ ലോകം നമ്മെ പകച്ചാലും, നമ്മെ മാർബോട് ചേർത്ത് നിർത്തി ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞ ആ നല്ല കർത്താവ് മടങ്ങി വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രി എല്ലാവർക്കും സുഖകരമായ നിദ്രയും ദിവ്യമായ സമാധാനവും സർവകൃപാലുവായ ദൈവം നൽകട്ടെ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ. ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിക്കൊണ്ട് മഹിമകളുടെ സാക്ഷികളായ അന്ത്യകൽപ്പനയായ ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, സാക്ഷികളാകുവിൻ എന്നുള്ള കർത്താവിന്റെ കൽപ്പന ശിരസ വഹിച്ച് നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് തരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. God bless you. See you again. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ
പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി, ഗോഡ് ബ്ലസ് യു. അതേ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ക്രൂശിൽ ആ സ്നേഹം വെളിപ്പെടുത്തിയ ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ കൂട്ടായ്മയാണ്. ആമേൻ. ഇതിന് ഭിത്തികളില്ല കേട്ടോ, ഇതിന് അതിരുകളില്ല കേട്ടോ, ഇതിന് വരമ്പുകളില്ല കേട്ടോ. ക്രിസ്തുവിൽ ആമേൻ നാം ഒന്നാണ്. വർണ്ണ വ്യത്യാസമെന്നേ, ലിംഗഭേദമെന്നേ നമ്മെ എല്ലാം ഒരു കൊടക്കീഴിൽ ഒരപ്പന്റെ മക്കളെ പോലെ ഈ ഭൂമിയിലായിരിക്കാൻ നമ്മെ സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ വിശ്രമിക്കാം. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂട്ടായ്മയിൽ കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ആമേൻ. നിങ്ങൾക്ക് ആമേൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you again.